ബസ്സിൽ നിന്ന് ഒരാൾ എന്നോട് മോശമായ രീതിയിൽ പെരുമാറിയെന്നൊരു ലേഡി പറഞ്ഞു. അതിനെ തുടർന്ന് സമൂഹം മൊത്തം ഒരാളെ അപമാനിച്ചു. ഈ ഒരു വിഷമത്തിൽ അതായത് ചെയ്യാത്തൊരു തെറ്റ് പല ആൾക്കാരും തൻ്റെ മേലെ ആരോപിച്ചത് കൊണ്ട് മനസ്സ് വിഷമിച്ച് ഒരാൾ ആത്മഹത്യ ചെയ്തു. അതിവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ? എന്ത് കാര്യമല്ലേ? അല്ലെങ്കിൽ ഒരാണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ പ്രശ്നമല്ലേ? എല്ലാവർക്കും സ്ത്രീകളെ മതിയല്ലോ എടുത്ത് തലേൻ്റെ മുകളിൽ വെക്കാനായിട്ട്. പല ആൾക്കാരും പറയുന്നുണ്ട് സ്ത്രീ അമ്മയാണ്, സ്ത്രീ ദൈവമാണ്, സ്ത്രീ അങ്ങനെയാണ്, സ്ത്രീ ഇങ്ങനെയാണ്. ഇവിടെ എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സ്ത്രീക്കും പുരുഷനും ഒരേ അധികാരം തന്നെയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരേ അവകാശം തന്നെയേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നു, അതിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുണ്ട്. ഇപ്പോൾ സ്ത്രീ മാത്രം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് കൊണ്ട്, ഇവിടെ സ്ത്രീ മാത്രം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒന്നും വലത്താൻ പോകുന്നില്ല. ഒരാൾ മരിച്ചെന്ന് വെച്ചാൽ എന്താ? ആ കുടുംബത്തിന് നഷ്ടം. ഒരു പ്രൈവറ്റ് ബസ്സിൽ ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഇല്ല. ശരിക്കും ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു ഏട്ടനെ കുറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു കാരണങ്ങളും ഇല്ല. ഞരമ്പ് രോഗികളുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ലോകത്തെ എല്ലാ ആണുങ്ങളും ഞരമ്പ് രോഗിയാണെന്ന് പറയുന്ന നിങ്ങളുടെ സ്ത്രീകളുടെ ആ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് പൂട്ടിക്കെട്ടി വെച്ചോ മക്കളെ, കേട്ടോ. എല്ലാവരും അതുപോലെയൊന്നുമല്ല. ഉദാഹരണത്തിന് ഈ ആണുങ്ങളോടുള്ള ഈ ഒരു സംഭവം കാണിച്ച് വൈറലാകാമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെയൊക്കെ അച്ഛന്മാരും ഒരാണാണെന്നുള്ള കാര്യം. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞു പോയി, ആ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചു. ഇപ്പം അറിയാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഏക ഒരു അത്താണിയാണെന്നാണ് പറഞ്ഞത്. അതോടും കൂടി ആ കുടുംബം എന്തായി? ആ കുടുംബം കോഞ്ഞാട്ടയായി. പാവം, അവർക്ക് നഷ്ടം. അവർക്ക് എന്താ പറയുക, അവരുടെ കരച്ചിലോ അല്ലെങ്കിൽ അവരുടെ വിഷമോ ഒന്നും ആർക്കും അറിയില്ല. കുറേ ആൾക്കാർ റീൽസ് ഉണ്ടാക്കുന്നു, കുറേ ആൾക്കാർ ട്രോൾ ഉണ്ടാക്കുന്നു. എന്താ കാര്യമല്ലേ? ട്രോൾ ഉണ്ടാക്കുന്നവർക്ക് അവർക്കൊരു രസം, ഇതുപോലെ വീഡിയോ ചിത്രീകരിക്കുന്ന ഇവൾമാർക്കൊരു രസം. കാരണം വൈറലാകുമല്ലോ പെട്ടെന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടും അവർക്കെതിരെ, ആ ചെയ്തവൾക്കെതിരെ കേസെടുക്കാനുള്ളൊരു നയം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം കേരളത്തിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവളന്മാരെ പോലെയുള്ള ആൾക്കാരെ പേടിച്ചിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും സ്വന്തമായിട്ട് ബസ് എടുക്കേണ്ടി വരും ഇനി. കാരണം ഇനിയിപ്പം ബസ്സിൽ സഞ്ചരിക്കാൻ പറ്റുമോ? സഞ്ചരിക്കുന്ന സമയത്ത് തിരക്ക് പിടിച്ച ബസ്സിലായാലും ഒരു സ്ത്രീയുടെ മേത്ത് മുട്ടിപ്പോയാൽ ചിലപ്പോൾ നമ്മുടെ പേരിൽ കേസ് വരില്ലേ? അല്ലെങ്കിൽ ഈ സമൂഹം തന്നെ നമ്മളെ ആ രീതിക്കാക്കില്ലേ? ഈ പറയുന്ന നമുക്കും പറയാം, വീട്ടിൽ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഒരുപാട് ഏച്ചിമാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം പറ്റുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു വെറുപ്പ് തോന്നുന്നു ഒരു സമൂഹത്തോടെ തന്നെ. കാര്യം പറയാം, കാരണം എങ്ങനെയെങ്കിലും വൈറലാവണമെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. കാരണം നിങ്ങൾ വൈറലാകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന റീച്ചിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവനാണ് അവിടെ പൊലിഞ്ഞു പോകുന്നത്. ഇത് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും മനസ്സിലാക്കണം ഈ ഒരു കാര്യം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ അച്ഛനും ഒരാണാണെന്നുള്ള കാര്യം നിങ്ങളൊക്കെ ആലോചിക്കണം. ഒരുപാട്